നിന്റെ കാര്യമോ ഇതിലൊക്കെ കഷ്ടം. ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാത്ത നീ പുറത്തോട്ടിറങ്ങിയാലത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയണോ? പിറ്റേ ദിവസം നിന്റെ ശവം വല്ല കായലിലോ കയത്തിലോ ഒങ്ങും. അയ്യോ, ഓരോന്ന് താഴെയിട്ട് പൊട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം? അടിച്ച് ചെകിട് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് കഴുകടി. എത്ര നാളായി സാറേ എന്നെ ഇങ്ങനെയിട്ട് നടത്തിക്കുന്നേ? ഓരോ അവധിക്കും ഞാൻ സാറിന് കാശം തരുന്നുണ്ട്. ഇതിനൊരു തീരുമാനം ഉണ്ടാവൂലേ? എടോ, കേസ് അവധിക്ക് വയ്ക്കുന്നത് കോടതിയാ, വക്കീലല്ല. എനിക്ക് തരാനുള്ളത് തന്നിട്ട് താനിപ്പോ പൊയ്ക്കോ. അടുത്ത അവധി എന്നാണെന്ന് ഞാൻ അറിയിക്കാം. ദേവനോ, വാ വാ ഇരിക്കേ. ജയശീലനെവിടെ? ജയേട്ടൻ വീട്ടിലുണ്ട്. മാധവേട്ടൻ രാവിലെ കൊയ്ത്തു തുടങ്ങിയല്ലോ. ഓ, ഇതൊക്കെ വെറും നെത്തോലിയാടോ? നിങ്ങളെപ്പോലെയുള്ള വമ്പൻ സ്രാവുകൾ വന്നാലല്ലേ എനിക്ക് വല്ലതും തടയൂ. ആ, നമ്മുടെ പരിപാടി ഏതുവരെയായി മാധവേട്ട? ദാ, വിൽപത്രത്തിന്റെ നക്കൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നരേന്ദ്രൻ തമ്പിയുടെ വസ്തുവകകളുടെ ലിസ്റ്റ് ഇതാണ്. പത്തനംതിട്ടയിലെ വീടും പുരയിടവും എസ്റ്റേറ്റും ഫാക്ടറിയും ഓഫീസും, പുനലൂര് റബ്ബർ തോട്ടം, മണിമലയുള്ള റബ്ബർ എസ്റ്റേറ്റ്, പിന്നെ തിരുനെൽവേലി, നാഗർകോവിൽ, ആലങ്കുളം എന്നിവിടങ്ങളിലുള്ള മാവിൻ തോട്ടം, തെങ്ങിൻ തോപ്പുകൾ, ഫാം ഹൗസുകൾ തുടങ്ങിയവ. ബാക്കിയുള്ളതെല്ലാം പൂനെയിലും ഗോവയിലും മുംബൈയിലുമാണ്. പക്ഷെ ആ പ്രോപ്പർട്ടീസ് മുഴുവൻ ശീതളിന്റെ പേരിലാണ്. കുറച്ച് കെട്ടിടങ്ങൾ, ഫാം ഹൗസ് മുതലായവ. അവളുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായും വസ്തുവകളുടെ അവകാശം ശീതളിന് വന്നു ചേർന്നു. ഇനി അവൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ ക്രയവിക്രയ അവകാശം കിട്ടുകയുള്ളൂ. അതിന്റെ പ്രമാണങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ മാധവേട്ട? അതൊക്കെ വലിയ റിസ്കാ ദേവ. അതിന്റെ ഒറിജിനൽ പ്രമാണങ്ങൾ ഇപ്പോൾ ആരുടെയെങ്കിലും കൈവശം ഉണ്ടോ എന്നറിയില്ല. വിജയ് തിവാരിയുടെ കയ്യൊപ്പിന്റെ സാമ്പിൾ കിട്ടാനും മാർഗമില്ല. സുരക്ഷിതമല്ലാത്ത കളിക്ക് പോയാ ഇപ്പോ കിട്ടിയതുപോലും നഷ്ടപ്പെട്ടു എന്ന് വരും. മുംബൈയിലും പൂനെയിലും ഉള്ള പ്രോപ്പർട്ടികളാ. കോടിക്കണക്കിന് രൂപ വരെ വിലമതിക്കും. കുറെ കൂടി നല്ലൊരു മാർഗം ഞാൻ പറയാം. നിങ്ങൾ അവളെ കസ്റ്റഡിയിൽ നിന്ന് വിടാതെ പിടിച്ചോ. 18 വയസ്സ് തികയുമ്പോൾ അവളെ കൊണ്ട് ബ്ലാങ്കായ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിടിവിക്കണം. പിന്നെ സാവകാശം എല്ലാ വസ്തുക്കളും നിങ്ങളുടെ പേരിലേക്ക് മാറ്റാം. അവൾ ഒപ്പിട്ട് തന്നില്ലെങ്കിലോ മാധവേട്ട? ചതുരുപായങ്ങൾ പ്രയോഗിച്ചോ. സാമം, ദാനം, ഭേദം, ദണ്ഡം, ഏതെങ്കിലും മാർഗത്തിൽ അവളെ കൊണ്ട് ഒപ്പിടിവെക്കണം. അത് നിങ്ങളുടെ സാമർത്ഥ്യം പോലിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ എന്തായാലും ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടി പോവില്ല. അഥവാ ചാടിയാലും അവൾ എങ്ങോട്ട് പോവാനാ? പിന്നെന്ത് പേടിക്കാനാ? അമ്മു മാത്രമായി ഇപ്പൊ അവളുടെ പിൻബലം. അമ്മുവിന് ഞങ്ങൾ ഒതുക്കിയെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും പേടിക്കാനില്ല. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ തമ്മിലും ഒരു ധാരണ ഉണ്ടാവണ്ടേ? വേണ്ടത് ചെയ്യാന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞതല്ലേ മാധവേട്ട? ശരി, തമ്പിയുടെ പല പ്രോപ്പർട്ടികളിൽ ഒരെണ്ണം നിങ്ങൾ എന്റെ പേരിൽ എഴുതണം. അല്ല, മാധവേട്ടന് പണമായിട്ട് തന്നാ പോരെ? അത് പോരാ. ടൗണിലെ ആ മുല്ലശ്ശേരി ഓഡിറ്റോറിയം നിങ്ങൾ എന്റെ പേരിൽ എഴുതണം. മാധവേട്ട, അത് വേണോ? വേണം ദേവരാജ. അമ്മുവിന് നീക്കി വെച്ചതുപോലെ എനിക്ക് കാലുകുത്താൻ പറ്റാത്ത ഏതെങ്കിലും പ്രോപ്പർട്ടി കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ശരി മാധവേട്ട, ഞാൻ ജയേട്ടനോടുകൂടി ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ആലോചിച്ചിട്ട് മതി.
എന്താടി ഇത്? ഒച്ച എഴിയുന്ന പോലാണല്ലോ ജോലിയുടെ വേഗം. കന്നുകളെ കൊണ്ട് നില ഉഴുതുന്ന പോലെ ഞാൻ ചാട്ടവാറുമായിട്ട് നിന്റെ പുറയിൽ നിൽക്കണോ? ഇടക്കിടയ്ക്ക് മുതുക് തുറന്ന് കിട്ടിയാലേ നീയൊക്കെ മെയ്യനങ്ങി ഓരോന്നും ചെയ്യത്തുള്ളൂ. അയ്യോ, ഇതൊന്നും നല്ലോണം വൃത്തിയായില്ലല്ലോടി. ഒന്നുകൂടെ തുടക്ക്. ഓരോ സ്റ്റെപ്പും കണ്ണാടി പോലെ ഇരിക്കണം. നോക്കിയാലേ മുഖം കാണണം. മനസ്സിലായോടി പൊട്ടി? തുടക്കൽ. എന്താടി നോക്കുന്നേ? തുടക്കടി അങ്ങോട്ട്. എന്തോ നാടി ഇത്? മുംബൈയിലെ രാജകുമാരെ കൊണ്ടാണോ നീ തറവേല ചെയ്യിക്കുന്നത്? ഞാൻ ഇവളെ ഓരോന്ന് ചെയ്ത് പഠിപ്പിക്കുകയല്ലേ ചേട്ടാ. ഇത്രയും നാൾ കോംപ്ലാൻ ഗേളായിട്ട് സുഖിച്ചു കഴിഞ്ഞതല്ലേ. ഇനി കുറച്ചു കാലം വീട്ടുവേല ചെയ്യട്ടെ. ആ, ദേഹം അനങ്ങാതെ തിന്നുകൊഴുത്തിരുന്നാലേ ചെറുപ്പത്തിലെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വരും. നമ്മളായിട്ട് ഇവക്ക് എന്തെങ്കിലും രോഗം വരുത്തുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു തൊഴില് പഠിച്ചിരിക്കണ്ടേ? പൊട്ടിപ്പണിഞ്ഞ് എന്തായാലും കളക്ടർ ഉദ്യോഗം ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. എവിടെ ചെന്നാലും വീട്ടുവേലക്കാരിയുടെ ജോലി പ്രതീക്ഷ മതി. അയ്യോ, ഒന്ന് അമർത്തി തുടക്കടി. നിന്റെ കീഴിൽ പരിശീലനം നേടിക്കഴിഞ്ഞാ പിന്നെ ഇവക്ക് എവിടെ ചെന്നാലും ജീവിക്കാൻ ബുദ്ധിമുട്ട് വരത്തില്ല. ആ, ആ, നീ പോയിട്ട് വക്കീലിനെ കണ്ടു ദേവ? കണ്ടു. എന്നിട്ട് കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഒന്ന് അമർത്തി തുടക്കടി. ഇവിടെ തന്നെ തുടച്ചേ. നല്ലോണം വൃത്തിയാവട്ടെ. എന്താ ദേവ പ്രശ്നം? വിൽപത്രത്തിന്റെ നക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ വക്കീൽ നമ്മുടെ കഴുത്തിന് തന്നെയാ പിടിമുറുക്കിയിരിക്കുന്നത്. മാധവേട്ടൻ എന്ത് പറഞ്ഞു? ടൗണിലെ ഓഡിറ്റോറിയം അയാളുടെ പേരിൽ എഴുതി കൊടുക്കണോ? ആ, വിട്ടുകൊടുത്തേക്കാം. എന്നാലും ബാക്കിയൊക്കെ നമ്മുടെ പേരിലാക്കി തരുമല്ലോ അല്ലേ? അത് തരും. പക്ഷേ മുല്ലശ്ശേരി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ടൗണിന്റെ ചങ്കായ ഭാഗത്ത് കിടക്കുന്ന പ്രോപ്പർട്ടിയാ. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചാലേ ആൾക്കാർ കോടികളുമായിട്ട് വന്ന് ക്യൂ നിൽക്കും. എന്നാലും ചോദിക്കുന്നത് കൊടുത്ത് മാധവേട്ടനെ നമ്മുടെ കൂടെ നിർത്തുന്നത് തന്നെയാണ് ദേവബുദ്ധി. വേറെ ഏതെങ്കിലും വക്കീല് നമ്മുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കൂ? ഇനി നിന്നാ തന്നെ മാധവേട്ടൻ ചെയ്യുന്നത്ര ഭംഗിയായിട്ട് ഇതൊക്കെ മറ്റാരെങ്കിലും ചെയ്യൂ? സംഗതി ശരിയാ. പക്ഷേ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് എത്ര കോടികളാണെന്നറിയോ? പോട്ടെന്ന് വെക്കാം. നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടാം. ആ ചേട്ടാ, വക്കീൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ശീതളിനെ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് വിടാതിരുന്നാൽ അവളുടെ അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസും സ്വത്തും നമുക്ക് കിട്ടും. കള്ളക്കടത്തുകാരനല്ലായിരുന്നോ? കെട്ടിടങ്ങളും ഫാം ഹൗസുകളും ഒക്കെ ആയിട്ട് കോടാനുകോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അവകാശം ഈ പൊട്ടിപ്പെണ്ണ. നേരാണോ ദേവ? എങ്കിൽ നമ്മൾ അവളെ പൊന്നുപോലെ സൂക്ഷിക്കണമല്ലോ. പൊന്നുപോലെയും മുത്തുപോലെ ഒന്നും കരുതണ്ട. ചാകാതെയും വീട് വിട്ടു പോകാതെയും മാത്രം നോക്കിയാൽ മതി. അവളുടെ മേലൊരു നോട്ടം വേണമെന്ന് അമ്മയോടും വിജയേട്ടത്തിയോടും ഒന്ന് പറഞ്ഞാൽ മതി. ആ,
കഴുകിയിട്ടോളാം. വേണ്ട, നീ ജോലി ചെയ്ത് മടുത്തു വന്നതല്ലേ, ഞാൻ ചെയ്തോളാം. ഇവിടെയുള്ളവര് നിന്നെ കൊല്ലാക്കൊല ചെയ്യിക്കുകയാണെന്ന് നിന്നെ കാണുമ്പോഴേ മനസ്സിലാവും. എന്ത് ചെയ്യാനാ മോളെ? നമ്മുടെ എല്ലാ വഴിയും അവരടച്ചു കളഞ്ഞില്ലേ? മടുത്തൂല്ലേ? നീ വല്ലതും കഴിച്ചോ? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ മോളെ. ആരും കാണാതെ പുറത്തു കിടന്നാലും നമ്മൾ എങ്ങോട്ട് പോകും? ആരുണ്ട് നമ്മളിപ്പോ സഹായിക്കാൻ? വന്ന് കൊച്ചമ്മയ്ക്ക് അകമ്പടി സേവിക്കുവാണോ? ഇതാണോടി ഞാൻ നിന്നോട് പറഞ്ഞത്? ഡൈനിങ് റൂമിന്റെ തറ തുടയ്ക്കാൻ പറഞ്ഞത് നീ കേട്ടായിരുന്നോടി? എന്നാലും ഇങ്ങോട്ട് വാ, വേറെ പണിയുണ്ട്. ആ കാർപോർച്ച് നന്നായിട്ടൊന്ന് അടിച്ചു കഴുകണം. വാ, നോക്കി നിൽക്കാതെ വരാൻ. നിക്ക. അത് ഈ മിണ്ടപ്രാണിയെ എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വിജിതേച്ചിക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ? അയ്യോ, എനിക്ക് മനസാക്ഷി ഇത്തിരി കുറവാ. ചത്തുപോയ നിന്റെ കെട്ടിയവൻ ഭയങ്കര മനസാക്ഷിക്കാരനായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ കള്ളക്കടത്ത് മുതൽ കൊലപാതകം വരെ ഒരു മടിയില്ലാതെ ചെയ്തോണ്ടിരുന്നത്. എന്റെ ഭർത്താവ് ആരോടും നിറയേട് കാണിച്ചിട്ടില്ല. പക്ഷേ ഇവളുടെ ചോറുണ്ടിട്ടാ നിങ്ങൾ ഈ പാവം പെൺകുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. ഈശ്വരൻ പോലും ഇത് പൊറുക്കില്ല വിജിതേച്ചി. ഈശ്വരനോടെ ഞാൻ സമാധാനം പറഞ്ഞോളാം. ഈ പൊട്ടിപ്പെണ്ണിനോടെ അത്രയ്ക്ക് സഹതാപമാണെങ്കിൽ ഇവൾക്ക് പകരം നീ വന്ന് ചെയ്താലും മതി. ചട്ടുകാലിയാണെങ്കിലും കാർപോർച്ച് കഴുകാൻ നിനക്കും പറ്റുമല്ലോ. ഞാൻ ചെയ്തോളാം. തൽക്കാലം നീ ഇത് മുഴുവനാക്ക്. ഇങ്ങോട്ട് വാടി. പറഞ്ഞ ജോലി നിന്നെ കൊണ്ട് ചെയ്യിക്കാനേ എനിക്കറിയാം. ഇങ്ങോട്ട് വന്നേ. ഇതിൽ നരേന്ദ്രൻ തമ്പിയുടെ ഒപ്പിന്റെ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാമോ? അതിശയമായിരിക്കുന്നു മാധവേട്ട. ഒറിജിനലിനെ വെല്ലുന്നതാ ഡ്യൂപ്ലിക്കേറ്റ്. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു മാധവേട്ട? അപ്പം തിന്നാ പോരെ ദേവരാജ, കുഴി എണ്ണണോ? എന്നാലും ഈ അപ്പം ചുട്ടവനെ സമ്മതിക്കണം. റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് പോലും ഇടാൻ പറ്റുന്ന ഒരുത്തനുണ്ട്. പണ്ടൊരു കള്ളനോട്ട് കേസിൽ എൻ്റെ ക്ലയന്റ് ആയിരുന്നു. അവനെ ഞാൻ കേസിൽ നിന്ന് ഊരിക്കൊടുത്തു. ഇപ്പോൾ ഇതുപോലെയുള്ള ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ അവനെ വിളിക്കും.
സംതിങ് കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ പറയുന്ന കാര്യം നീറ്റായിട്ട് ചെയ്തു തരും. ഒടുവിൽ നമ്മളെ ഒറ്റുന്നവനായിരിക്കുമോ മാധവേട്ട? എടോ, ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ച് കള്ളനോട്ടടിച്ചവനല്ലേ? നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവന്റെ മേൽ എനിക്കൊരു പിടിയുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. നരേന്ദ്രൻ തമ്പിയുടെ വിൽപ്പത്രം നിങ്ങൾ കണ്ടില്ലല്ലോ. പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്റെ പേരിൽ ഞാൻ കൈവശം വച്ചും അനുഭവിച്ചും വരുന്ന മേൽ വിവരിച്ച വസ്തുക്കൾ എനിക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ആകസ്മിക മരണം, അപകടം, കൊലപാതകം, രോഗം, പ്രകൃതി ദുരന്തം എന്നിവയിൽ എന്തെങ്കിലും നിമിത്തം സംഭവിച്ചാൽ സകലതിന്റെയും ഉടമസ്ഥാവകാശവും ക്രയവിക്രയാവകാശവും യാതൊരുവിധ ഉപാധികളും കൂടാതെ എന്റെ സഹോദരിയായ ഓമനക്കുഞ്ഞുമയിലും അവരുടെ മക്കളായ ജയശീലൻ, ദേവരാജൻ എന്നിവരിലും ഈ വിൽപ്പത്രം മുഖേന ചെന്നുചേരുന്നതാണ്. മേൽ വിവരിച്ച സ്വത്തിൽപ്പെടുന്ന തമിഴ്നാട് തിരുനെൽവേലി ആലംകുളത്തുള്ള 200 ഏക്കർ മാവിൻ തോട്ടം എന്റെ ഭാര്യ അമല നരേന്ദ്രൻ തമ്പിക്ക് അവകാശപ്പെട്ടതാകുന്നു. മേൽപ്പടി വസ്തുവിന്റെ കൈവശാവകാശവും മേലാദായമെടുപ്പാനും ക്രയവിക്രയം നടത്താനുമുള്ള അവകാശവും അമല നരേന്ദ്രൻ തമ്പിക്ക് മാത്രം അവകാശപ്പെട്ടതാകുന്നു. എന്താ പോരെ? ധാരാളം മതി മാധവേട്ട. അമ്മൂന് കുറച്ച് സ്വത്ത് നീക്കി വെച്ച് തന്നെയാ നന്നായത്. ഇപ്പൊ ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ. ആ, ഇനി 2 സാക്ഷികളെ സംഘടിപ്പിക്കണം. ഓ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. നരേന്ദ്രൻ തമ്പി എഴുതിയ വിൽപ്പത്രമായത്. തമ്പിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇതിൽ ഒപ്പുവെച്ചവരാണ് എന്ന് ഏത് കോടതിയിലും പറയാൻ തയ്യാറുള്ളവരായിരിക്കണം ഈ സാക്ഷികൾ. ഒരു ക്രോസ് വിസ്താരം വന്നാൽ പതറിപ്പോകുന്നവരാകരുത്. അതുപോലെ ഏതെങ്കിലും പ്രലോഭനത്തിൽ വീണ് കൂറുമാറുന്നവരും ആകരുത്. അത് കുഴപ്പമില്ല മാധവേട്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എങ്കിൽ ഉടനെ തന്നെ അതിനുള്ള ശ്രമം തുടങ്ങിക്കോ. ഓക്കെ മാധവേട്ട, താങ്ക് യു. ജയം വിളിച്ചില്ലേ വിജിതേ? ആ വിളിച്ചു, എത്തറായെന്നും പറഞ്ഞു. വിജിതേ, ദാ എത്തിയല്ലോ. നമ്മൾ ജയിച്ചമ്മേ. അങ്കിളുടെ വിൽപത്രം നമുക്ക് കിട്ടി. സത്യാണോ ചേട്ടാ? എവിടുന്ന് കിട്ടി ജയ? ഓഫീസിൽ നിന്നാണോ? ഓഫീസൊക്കെ ഞങ്ങൾ അരിച്ചു പറക്കി നോക്കിയതല്ലേ അമ്മേ. കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ പകരം വേറൊന്ന് സംഘടിപ്പിച്ചു. മാധവേട്ടൻ ഒരു വിൽപത്രം തയ്യാറാക്കി തന്നു. ദേ, ഒറിജിനലിനെ വെല്ലുന്ന സാധനമാണ്. ഇനി നമ്മുടെതാ അമ്മേ ഈ സ്വത്ത് മുഴുവൻ. പുനലൂര് തോട്ടവും നമ്മുടേതാവോ ചേട്ടാ? അത് മാത്രമല്ലടി, മണിമലയിലെ റബ്ബർ തോട്ടം, തമിഴ്നാട്ടിലെ സ്ഥലം, ഈ വീട്, ഫാക്ടറി, കമ്പനി എല്ലാം ഇനി നമ്മുടെ സ്വന്തം പേരിലും ഉടമസ്ഥതയിലും. അമ്മേ, ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കി നടത്താം, വേണമെങ്കിൽ വിൽക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. എന്തിനാ ദേവ വിറ്റ് കളയുന്നേ? നല്ല ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളല്ലേ? പുനലൂര് തോട്ടം ഏതായാലും വിൽക്കണ്ട. എനിക്ക് അവിടുന്ന് പോണം. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കുന്നതാ. അവിടുത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണം. വെറുതെ താമസിച്ചാ പോരാ, അവിടുത്തെ യജമാനത്തെയായിട്ട് എനിക്കൊന്ന് വിലസണം. തമിഴ്നാട്ടിലെ തോട്ടങ്ങളിൽ ഒരെണ്ണം അമ്മൂന് കൊടുക്കേണ്ടി വന്നു, തിരുനെൽവേലിയിലുള്ളത്. അത് എത്ര ഏക്കറുണ്ട്? 200. അയ്യോ, 200 ഏക്കറോ? അതെ. അയ്യോ, അത്രയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ സംശയം തോന്നും. ഭാര്യയുടെ പേരിൽ ഒന്നും നീക്കി വെക്കാതെ ഏതെങ്കിലും ഭർത്താവ് വിൽപത്രം എഴുതുമോ? മാധവേട്ട ഉപദേശിച്ചെന്ന ബുദ്ധിയത്. എന്നാലും 200 ഏക്കർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അത്രയും സ്ഥലം അമ്മൂന്റെ പേരിൽ കിടക്കുമെന്നേ ഉള്ളൂ വിജയേട്ടത്തെ. തിരുനെൽവേലി എസ്റ്റേറ്റിൽ അവൾക്ക് കാല് കുത്താൻ പോലും പറ്റില്ല. അവിടുത്തെ തോട്ടം നോക്കുന്നത് നമ്മുടെ ആൾക്കാരായിരിക്കും. വർഷാവസാനം നഷ്ടത്തിന്റെ ഒരു കണക്ക് മാത്രം അമ്മൂന്റെ കയ്യിലെത്തും. ഫലത്തിൽ ഇനി അത് നമ്മുടെ തന്നെ അല്ലേ ദേവാ? ഞങ്ങൾ എന്താടി അത്രയ്ക്ക് പൊട്ടന്മാരാ? ഈ സ്വത്ത് കിട്ടിയാൽ മാത്രം പോരാ, അമ്മൂനിട്ടൊരു പണി കൊടുക്കുകയും ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നതല്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. ഇനി ഒന്നും പേടിക്കണ്ട. ഈ വിൽപത്രം കോടതിയിൽ കൊടുത്ത് തീർപ്പാക്കിയ എല്ലാ സ്വത്തും നമ്മുടെ പേരിലേക്ക് മാറ്റാം. ആ ഒരു കടമ്പ കൂടിയേ ഇനി ബാക്കിയുള്ളൂ. ഇപ്പഴാ ഒരു സമാധാനമായത്. ഞാൻ ചായ എടുക്കാം. നിൽക്ക്, ചായ ഒന്നും വേണ്ടമ്മേ. ഞങ്ങൾ ഇതൊന്ന് ആഘോഷിക്കാൻ പോവാ. വാ ചേട്ടാ. അയ്യോ, പുനലൂര് തോട്ടം. ഓ, എനിക്ക് വയ്യ അമ്മേ. ഓ